നല്ല ആളാ. ഇന്നെന്താ ഇത്ര താമസിച്ചത്? എനിക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. ഓ, എവിടെ പോയിരിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും എന്നെ മറന്നില്ലല്ലോ. അതെ, ഇന്നത്തെ പരിപാടി ഒന്നുമില്ല. ജോണിയുടെ കൂടെ തന്നെ ഇരിക്കും. സോഫിയ. ഹായ് ആന്റണി, പ്ലീസ് കം. ആന്റണി, ദിസ് ഇസ് മിസ്റ്റർ ജോണി. അറിയാം, വേഗം പുറപ്പെടണം. എവിടേക്ക്? റെസ്റ്റോറന്റിലേക്ക്. ഭക്ഷണം കഴിക്കണ്ടേ? സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോറി ആന്റണി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കമോൺ. ജോണി, 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 വിട് ജോണി. ജോണി, എന്താ ഇത്? വിട് ജോണി, ജോണി, പ്ലീസ് വിട്. വേഗം വിട്ടു. അവൻ ആള് മുരടനാ. പ്ലീസ്. ഓക്കെ. Gracie! വാതിൽ തുറക്കാൻ ഞാൻ എത്ര പ്രാവശ്യം ബെല്ലടിക്കണോടെ? നേരം പാതിരാത്രി കഴിഞ്ഞില്ലേ? ഞാനൊന്ന് മയങ്ങിപ്പോയതാ. പുറത്തുപോയ ഞാൻ തിരിച്ചു വരുമെന്ന് വിചാരമുള്ളൊരു ഭാര്യയാണ് നീയെങ്കിൽ എത്ര നേരമായിരുന്നു ഉറങ്ങില്ലായിരുന്നേ? ഭാര്യയെന്നോ കുടുംബമെന്നോ ഓർമ്മയുള്ള ഒരാൾ വരുന്നതിനും പോകുന്നതിനും ഒക്കെ ഒരു സമയമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിക്കും ഒരതിരുണ്ട്. ഒരു ഭാര്യ വന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ ഭാര്യയെ കാണുന്നില്ലായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് ഞാൻ. നോക്കൂ, നിങ്ങൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുത്തി ഞാൻ പോണി. പൊയ്ക്കോളൂ. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, കണ്ണിന് കാഴ്ചയില്ലാത്ത നമ്മുടെ കുഞ്ഞിനെ പോലും മറന്നുകൊണ്ട് ജീവിക്കുന്നത് ദൈവദോഷമാണ്. ഓഹോ, എന്നെ ഉപദേശിക്കാൻ മാത്രമായി. ഹലോ, ആരാ സംസാരിക്കുന്നത്? ജോണിയുടെ ഒരു ഫ്രണ്ടാ. അദ്ദേഹം അവിടെ ഉണ്ടോ?
ഉറങ്ങാണ്. ഒന്ന് വിളിക്കൂ. വളരെ താമസിച്ചാ കിടന്നത്. ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. സോഫിയ വിളിക്കുന്നുവെന്ന് പറഞ്ഞാ മതി. വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഹലോ 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 ഹലോ. ഹലോ, സോഫിയല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോണി. എപ്പോ ഫോൺ ചെയ്താലും നിങ്ങളുടെ ഭാര്യ നിങ്ങളില്ലെന്നേ പറയൂ. ഹോ, ഐ എം സോറി. മേലിൽ ആവർത്തിക്കില്ല സോഫിയ. പിന്നെ ഇന്നലെ ഇവിടെ ഉണ്ടായ ബഹളത്തെ പറ്റി പോലീസ് അന്വേഷിച്ചു വന്നിരുന്നു. പോലീസോ? പോകാൻ പറ. നമുക്കിന്ന് ഹോട്ടലിൽ വെച്ച് കാണാം. ഫോൺ വന്നിട്ട് എന്താ നീ എന്നെ വിളിക്കുന്നത്? അത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഓരോരുത്തർ എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നതെന്ന് നിനക്കറിയാം. ഇതുപോലെ ഫോൺ ചെയ്യുന്നവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതിന് ഫോൺ അറ്റൻഡ് ചെയ്ത് പ്രോഗ്രാം നിശ്ചയിക്കുന്ന ജോലി സ്വന്തം ഭാര്യയെ കൊണ്ട് ചെയ്യുന്നത് വല്ലാത്ത ഗതികേടാണ്. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ജോണി ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. ഫ്രണ്ടിന്റെ കാറിലാ പോയിരിക്കുന്നത്. ജോണി വരുമ്പോൾ ഇൻസ്പെക്ടർ വിജയൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണം. ശരി. ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഭാര്യയ്ക്ക് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ. പക്ഷെ എപ്പോഴാണ് സ്വഭാവരീതി മാറുക എന്ന് പറയാനാവില്ല. പിന്നെ അവളൊരു ഭ്രാന്തിയെ പോലെയാണ്. എന്തും ചെയ്യാൻ മടിക്കില്ല. എല്ലാം കഴിയുമ്പോൾ കഴിഞ്ഞതൊന്നും തന്നെ അവൾക്ക് ഓർമ്മയും ഉണ്ടാവില്ല. മിസ്റ്റർ രാജേന്ദ്രൻ, എന്റെ അനുഭവത്തിൽ ഇതുപോലെ 2-3 രോഗികളുണ്ട്. ചില രോഗികൾ പ്രജ്ഞ നശിച്ചാൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കില്ല. എനിക്കൊരു സ്വസ്ഥതയുമില്ല ഡോക്ടർ. നിങ്ങൾ നാളെ തന്നെ വൈഫിനെ കൂട്ടിക്കൊണ്ടുവരൂ. അതിനുശേഷം ട്രീറ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കാം. താങ്ക് യു ഡോക്ടർ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ മോളെ? ആരും വന്നില്ല അച്ഛാ. പിന്നെ ഏതെടിയറ്റാ ഗേറ്റിൽ കാറിട്ടുകൊണ്ട് പോയിരിക്കുന്നത്? അമ്മ എന്ത് ചെയ്യാ മോളെ? മോളിതുവരെ എന്ത് ചെയ്യായിരുന്നു? കല്യാണി ചേച്ചിയുടെ വീട്ടിൽ പോയി. ഗോപാല, ഗോപാല, ഗോപാലിനവിടെ? എനിക്കറിയില്ല. മോള് മോൾ ടി വി കാണുന്നു?
നിങ്ങൾ പറഞ്ഞ ചീരിയാണല്ലേ പറഞ്ഞത്? എനിക്ക് ഉറക്കം വരുന്ന അച്ഛാ. എന്നാ പോയി കിടന്ന് ഉറങ്ങ്. അച്ഛനും വാ. ഇനി പോകാൻ പറഞ്ഞത്. ഇത് എവിടുന്ന് വാങ്ങിച്ചത്? ജോണി ഇന്റർനാഷണൽ. ഞാൻ എന്ത് സാധനം അവിടുന്ന് വാങ്ങിക്കാറുള്ളൂ. അതെന്താ? അവിടെ കിട്ടാത്ത ഒന്നുമില്ല. ആൾ ഇൻ ആൾ ഏജൻസി. അതിന്റെ ഉടമസ്ഥൻ ജോണി ഉണ്ടല്ലോ, എന്തായാലും മനുഷ്യനാണെന്നോ. ഈ സംഭവം പോലീസിൽ അറിയിക്കേണ്ടതാണ് എന്റെ ചുമതല. പക്ഷേ ഈ കിടക്കുന്നവൻ യമനിയെ ബലാത്കാരം ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരിക്കും മാനസിക നില തെറ്റിയ അവൾ ഇവനെ കൊന്നത്. പോലീസ് യമനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ എന്റെ കുടുംബത്തിന്റെ അന്തസ്സ്, എന്റെ കുഞ്ഞിന്റെ ഭാവി. നോ നോ. കൊലപാതകം, ഭയങ്കര കൊലപാതകം. അടച്ചിട്ട സ്റ്റഡി റൂമിനുള്ളിൽ ആരും അറിയാത്ത കൊലപാതകം. എവിടെ? അയലത്തുള്ളവർ പോലും അറിയാതെയാണ് സംഭവം നടന്നിരിക്കുന്നത്. കുമാരദാസ് എന്തായി പറയുന്നത്? എന്താ ഭയന്നു പോയോ? ഞാൻ ഈ ഡിറ്റക്റ്റീവ് നോവലിന്റെ കഥയാണ് പറഞ്ഞത്. ഈ പുസ്തകം ഞാൻ ഇവിടുത്തെ സ്റ്റഡി റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഇത് തിരിച്ചേൽപ്പിക്കാനാണ് വന്നത്. എങ്കിൽ തന്നിട്ട് സ്ഥലം വിടണം. ഏയ്, കുമാരദാസ് അങ്ങനെ വെറുതെ പോകുന്നവനല്ല. ഇത് എടുത്ത സ്ഥലം എനിക്കേ അറിയാവൂ. ഞാൻ ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടേ പോകൂ. ഞാൻ വെച്ചോളാം പറഞ്ഞില്ലേ? നിക്ക് മനുഷ്യ, പുസ്തകം എടുത്ത സ്ഥലം എനിക്കല്ലേ അറിയാവൂ. ഞാൻ വെച്ചോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ വെച്ചോളാം. ഞാൻ വെച്ചോളാം. വക്കീൽ സാർ ചൂടാകാതെ, ഞാൻ വായിച്ച നല്ലൊരു പ്രേമകഥ പറയട്ടെ. പ്രേമകഥ പറയാൻ കണ്ടൊരു സമയം. താനൊന്ന് പോയാ മതി. നാളാകെ മൂഡ് ഔട്ടാണല്ലോ. ഒരൗട്ടും ഇല്ല. താനൊന്ന് പോയാട്ടെ. ഞാൻ വേറൊരു ബുക്ക് എടുത്തു. ഒന്നും വേണ്ട, താനൊന്ന് പോയാച്ചാ മതി. അവൾ നടന്നാട്ടെ. പൊയ്ക്കോളാം പൊയ്ക്കോളാം. അവിടെ ഒരു വെള്ള അംബാസഡർ കാറ് കിടപ്പുണ്ടല്ലോ, അത് ആരുടേതാ? ഏതോ ഒരു ബ്ലഡി ഫുൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടെ നിന്നാൽ എന്നെയും ബ്ലഡി ഫൂൾ എന്ന് വിളിക്കും. അപ്പൊ പിന്നെ കാണാം.
രാജേന്ദ്രൻ സിനിമ കാണാനുണ്ടായിരുന്നു. കാർ കൊണ്ടുവന്നില്ലേ? ഇല്ല ശങ്കർ. എങ്കിൽ വരൂ, എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. രാജേന്ദ്രൻ സിനിമ കാണാനുണ്ടായിരുന്നു. കാർ കൊണ്ടുവന്നില്ലേ? ഇല്ല ശങ്കർ. എങ്കിൽ വരൂ, എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മൾ ഈ കാര്യം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അതെ, നമ്മുടെ കടമ നമ്മൾ ചെയ്യണ്ടേ? നിങ്ങളെന്താ ഈ നേരത്തെ ഇവിടെ? സാറി ആ സമയത്ത് എവിടെ പോയിട്ട് വരിക? എന്താ കാര്യം അത് പറയൂ. സാറ് നിയമം പഠിച്ച ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ ചെയ്താലോ? മനസ്സിലായില്ല. സാർ വലിയൊരാളായത് കൊണ്ടാണല്ലോ പോലീസിന്റെ ബീറ്റ് വെച്ചിരിക്കുന്നത്. അതും വെച്ച് പൂട്ടിയിട്ട് പോയാൽ ഞങ്ങൾ എങ്ങനെയാ റിപ്പോർട്ട് എഴുതുന്നത്? ഓ, അത്രേ ഉള്ളൂ. ബുക്ക് ചെയ്യാൻ ഇപ്പൊ കൊണ്ടുവരും. ഇത്
രാജേട്ടൻ ഇപ്പോഴാണ് ഓഫീസിൽ നിന്ന് വന്നത്? ഇപ്പോഴും നേരം പാതിരാത്രിയായത് നീ അറിഞ്ഞില്ല? ഓ, ഞാൻ മരിച്ചതുപോലെ ഉറങ്ങിപ്പോയത്. അത് കണ്ടാലറിയാം. വല്ലതും കഴിച്ചോ? ആ, കഴിച്ചു. പിന്നെന്താ ഉറങ്ങാത്തത്? നീ എഴുന്നേറ്റ് വന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്ത് കാര്യം? ഒന്നുമില്ല. മോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ നീ നല്ല ഉറക്കമായിരുന്നു അവള് പറഞ്ഞത്. ഞാൻ എപ്പോ ഉറങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നിന്റെ നെറ്റിയിലെ പൊട്ടാരോ മായ്ച്ചു കളഞ്ഞതുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഉറക്കത്തിൽ മാഞ്ഞുപോയതായിരിക്കും. ആ കാതിൽ സ്റ്റഡ് എവിടെ പോയി? അത് ആ സ്റ്റഡി റൂമിൽ കിടക്കുന്ന കണ്ടല്ലോ. അവിടെ വീണുപോയതായിരിക്കും. ഞാൻ വരുമ്പോ ആ റിക്കാർഡ് പ്ലെയർ അവിടെ കറങ്ങിക്കൊണ്ടിരുന്നല്ലോ. ഓഫ് ചെയ്യാൻ മറന്നുപോയതായിരിക്കും. കാപ്പി കുടിച്ച കപ്പുകൾ അവിടെ ഇരുന്നത് ഞാൻ കുടിച്ചതായിരിക്കും. അല്ലാതാരാ? 2 കപ്പ് കാപ്പി ഒരുമിച്ച് കുടിച്ചു. 2 പ്രാവശ്യം കുടിച്ചു കാണും. കോടതിയിൽ ക്രോസ് ചെയ്യുന്ന പോലെയുണ്ട് എന്നോട് ഓരോന്ന് ചോദിക്കുന്നത്. ചില കേസുകൾ എത്ര ചോദിച്ചാലും തെളിയിക്കാൻ കഴിയില്ല. രാജേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല. ആ, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നിരുന്നു? ഇല്ല. ആരും വന്നില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചായി നീ ഓർക്കുന്നുണ്ടോ? എന്ത് സംഭവിക്കാൻ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനതൊന്നും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നടന്നെല്ലാം രാജേട്ടൻ മറക്കണം. എന്ത് നടന്നെന്നാ നീ പറയുന്നത്? തന്നെയായിരുന്നാലും എനിക്ക് മാപ്പ് തരണം. അതൊക്കെ പോട്ടെ, മോള് വല്ലതും കഴിച്ചിട്ടാണ് ഉറങ്ങിയത്. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഈ അസുഖം കാരണം രാജേട്ടന്റെയും മോളുടെയും കാര്യങ്ങൾ സമയത്തിന് നോക്കി നടത്താൻ എനിക്ക് പറ്റുന്നില്ല. രാജേട്ടാ, ഇനി മുതൽ ഇങ്ങനെയൊന്നും വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ശരി ശരി, നീ സമാധാനമായിരിക്കും. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണാം. കാർ അപകടം. ജോണി ഇന്റർനാഷണൽ ഉടമ ശ്രീ ജോണി മരണപ്പെട്ടു. ജോണി ഇന്റർനാഷണലിന്റെ ഉടമയും പൊതുകാര്യ പ്രസക്തനും സർവോപരി സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ജോണി ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ നിര്യാണം നമ്മുടെ നാടിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ കഴിയാത്ത വിധമാണ് സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ആ വലിയ മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുണ്ടായിരിക്കുന്ന സംശയം മാറ്റാൻ അധികാരികൾ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. യമനെ, വക്കീലിനോട് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. വക്കീലിനോട് സത്യം പറഞ്ഞില്ലെങ്കിൽ വാദിക്കുന്ന കേസ് പരാജയപ്പെടും. ഡോക്ടറോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ പാഴായിപ്പോ. ഇതൊക്കെ രാജേട്ടൻ എനിക്ക് പറഞ്ഞു തരണോ? അതുകൊണ്ടല്ല, നിന്റെ രോഗത്തെപ്പറ്റി ഡോക്ടർ വിശദമായി മനസ്സിലാക്കിയാലേ എത്രയും വേഗം ആശ്വാസം കിട്ടും. ഇവരെ ചെക്കപ്പ് റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു.
ഡോക്ടർക്ക് പേഴ്സണായി നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. ഓ, വൈഫിനെ ഫർദർ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. ബൈ ദ വൈ മിസ്റ്റർ രാജേന്ദ്രൻ, യമുന നിങ്ങളെയും കുഞ്ഞിനെയും ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മറ്റു പല സ്ത്രീകളുമായും രഹസ്യബന്ധമുണ്ടെന്ന് നിങ്ങളുടെ ഭാര്യ സംശയിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ? എന്റെ ജോലി സ്ഥലത്ത് ധാരാളം സ്ത്രീകളുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റെനോയോ ടൈപ്പിസ്റ്റോ എനിക്ക് ഫോൺ ചെയ്താൽ അവൾക്ക് സംശയമായി. എന്തെങ്കിലും ഒരു ദിവസം ലേറ്റായി വീട്ടിൽ വന്നാൽ അന്ന് മുഴുവൻ വഴക്കാം. തൽക്കാലം നിങ്ങളതെല്ലാം സഹിച്ചേ പറ്റൂ. വരണം. ഇരിക്കൂ. കേട്ടോ മിസസ് രാജേന്ദ്രൻ, പേടിക്കാനൊന്നുമില്ല. എന്നാലും വീട്ടിലെ ജോലി തിരക്ക് നുറിഞ്ഞ് കുറച്ചു ഇവിടെ താമസിക്കാം. എന്താ ഡോക്ടർ? അപ്പോ മോളുടെ കാര്യങ്ങൾ നോക്കാൻ? മോളെ നോക്കാൻ അച്ഛനില്ലേ? അവർക്ക് വേണമെങ്കിൽ ഡെയിലി ഒന്ന് നിങ്ങളെ കാണുകയും ചെയ്യാം. എന്താ മിസ്റ്റർ രാജേന്ദ്രൻ? ശരി ഡോക്ടർ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഡോക്ടർ പറഞ്ഞതുപോലെ ഞാനും മോളും നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. വെരി ഗുഡ്. അപ്പോൾ ഇവനെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങാമല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. പ്രസവരക്ഷയ്ക്കുള്ള മരുന്നോ? ഹസേത് ജോണി ഇന്റർനാഷണൽ ആണ്. ഇവിടെ ചോദിക്കാൻ പറഞ്ഞു. എന്നാലേ പ്രസവരക്ഷയ്ക്ക് 2 നിരോധ് വാങ്ങിച്ചു കൊടുത്താൽ മതി. തന്തയ്ക്ക് വിളിക്കുന്നു. തന്റെ ശബ്ദം കേട്ട് ടെസ്റ്റ് ട്യൂബ് പറഞ്ഞതിനെ പോലെ ഉണ്ടല്ലോ. ബ്ലഡി നോൺസെൻസ്. ആ പാഴ്സലേക്കുള്ള അയച്ചു. ശമ്പളം മാത്രം വാങ്ങിച്ചാൽ മതി, ജോലിയും ചെയ്യാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വേണ്ടേ? ലേറ്റസ്റ്റ് ഫോറിൻ ഡിന്നർ സെറ്റ് വല്ലതുണ്ടോ? 1 വർഷം കഴിഞ്ഞ് വന്നാൽ എപ്പോ കിട്ടുമെന്ന് പറയാം. നിങ്ങളാണോ ഈ ഷോപ്പിംഗ് സെന്ററിന്റെ മുതലാളി? ആണ്. അല്ല, ജോണി സാറാ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അയ്യോ, മുതലാളി ഇപ്പൊ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ആർക്കറിയാം. അധികപക്ഷം നരകത്തിലായിരിക്കും. ഞാൻ വന്ന കാര്യം മറ്റൊന്നുമല്ല. എന്റെ വൈഫ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അതുകൊണ്ടാണ് ഞാൻ മുതലാളിയെ കാണണമെന്ന് പറഞ്ഞത്. വൈഫിന്റെ പേരെന്താ? യമുന. യമുന? നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ആണല്ലേ? അതെ. സാറ് മറ്റൊന്നും വിചാരിക്കരുത്. സാറിന്റെ വൈഫിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നാൽ പ്ലീസ്. സാറിന്റെ ഭാര്യ ചില കുസൃതി പിള്ളേരെ പോലാണ്. സൂക്ഷിക്കണം. മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സാറേ, എന്റെ മുതലാളിയെ എനിക്കും നന്നായിട്ട് അറിയാം. 24 മണിക്കൂറും കുടിയാണ്. പെൺ വിഷയത്തിൽ അഗ്രഗണ്യനാണ്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോടാണ് കൂടുതൽ പ്രിയം. അതെന്താ? നിന്റെ മുതലാളി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു? ഉണ്ട് സർ. മുതലാളിയുടെ ഭാര്യ മിസ്സിസ് ഗ്രേസി എന്ത് തങ്കപ്പെട്ട സ്ത്രീയാ. അവരെ ഇയാൾ എത്ര കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? കണ്ട ദൈവം പോലും സഹിക്കില്ല സർ. ജോണി, നമ്മുടെ മോളെ ഞാൻ അന്ധവിദ്യാലയത്തിൽ ചേർക്കാൻ പോവാണ്. അവളുടെ ഭാവിക്ക് വേണ്ടി തെരുവിലിറങ്ങി തെണ്ടേണ്ടി വന്നാലും ഞാനത് ചെയ്യും. അമ്മേ, ഡാഡി എന്ത് ചെയ്യാ? ഡാഡി ഉറങ്ങാം മോളെ. എന്നാ പിന്നെ വിളിക്കണ്ട. ഡാഡിയുടെ ശബ്ദം കേട്ടാ എനിക്ക് പേടിയാവും. ഡാഡി ഇനി ഒരിക്കലും ശബ്ദിക്കില്ല. വാ മോളെ, പോകാം.
ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സ്വന്തം വീട്ടിലെ പോലെയാണ് ഞങ്ങൾ കുട്ടികളെ നോക്കുന്നത്. ടീച്ചർ, ഒരു ദിവസം പോലും എന്റെ മോളെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല. ലീനയുടെ അമ്മ ധൈര്യമായിട്ട് പോകും. എപ്പോ വേണമെങ്കിലും മോളെ ഒന്ന് കാണാമല്ലോ. മോളെ, അമ്മ പിന്നെ വരാം. ആ സൈക്കിൾ ട്യൂബ് ഇവിടെ പോയി. ഇതെന്താ കളിയാണ്? മറി എന്താ പോയ കുടത്തിലും തപ്പണോ? മിസ്റ്റർ, നിങ്ങൾ എന്താ എലി പിടിക്കണോ? എലിയും പൂച്ചൊന്നും പിടിക്കല്ലേ. അടിച്ചോണ്ടിരുന്നിടെ ട്യൂബ് കാണാനില്ല. സൈക്കിൾ ട്യൂബേ. നിങ്ങളൊരു മടയന. അത് മാഡം പറഞ്ഞു തരണോ? എനിക്കറിഞ്ഞൂടെ? എന്താ ഇരിക്കുന്നേ? ട്യൂബല്ലേ നിങ്ങളുടെ കഴുത്തി കിടക്കുന്നത്? സോറി മാഡം, ഞാനിപ്പോ ഓർമ്മപ്പശ ഉള്ളവനാ. ഈ അഡ്രസ് ഓർമ്മയുണ്ടെന്ന് നോക്കൂ. വി കുമാരദാസ്. കുമാരദാസ് ഹസ്ബൻഡ് ആണോ? അതിന്റെ അച്ഛനാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. ആശ്വാസമായി. അരിയാട്ടുന്ന മിഷൻ ഈ അഡ്രസ്സിൽ പാഴ്സൽ ചെയ്ത ആരാണ്? സെയിൽസ്മാൻ സുനിൽ കുമാർ. അതേത് വിഡ്ഢിയാ? ഞാനാണ്. ആട്ടുമെഷീൻ എന്തു പറ്റി? തള്ളക്കല്ല് മാത്രം അയച്ചെന്നാൽ എങ്ങനെ അരിയാട്ടും? പിള്ളക്കല്ല് എവിടെ? അതിനു പകരം ടിവിയുടെ ആന്റണിയാണ് അതിലുള്ളത്. ഓഹോ, അപ്പൊ മാഡത്തിന് തള്ളക്കല്ല് കിട്ടി. ഇനി പിള്ളക്കല്ല് വേണം. അത് ഞാൻ ഏറ്റു. ഇയാൾ എനിക്ക് ടി വി പാർസൽ ചെയ്ത കൂട്ടത്തിൽ ഒരു പിള്ളക്കല്ല് അയച്ചിരുന്നു. പക്ഷെ അതിൽ ആന്റണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ടിവിയിൽ അരിയാട്ടാൻ തുടങ്ങിയെന്ന് പറ. ഇത് കാര്യം നിസ്സാരമല്ലേ? പറയുന്ന കേട്ടാത്തൊന്നും പ്രശ്നം ഗുരുതരമാണെന്ന്. ഇനി എന്റെ ആവശ്യം അശേഷം ഇല്ലല്ലോ. ഇനി നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് മാറിയാ മതി. മാഡത്തിന്റെ ആന്റന ഇങ്ങോട്ട് കൊടുത്തേക്കുക, മാഡത്തിന്റെ പിള്ളക്കല്ല് ഇങ്ങോട്ട് കൊടുത്തേക്കുക. ശേഷം കാഴ്ചയിൽ. ബൈ ബൈ. എടോ സൈക്കിൾ ട്യൂബേ, ഇവിടെ വേറെ ഉത്തരവാദപ്പെട്ട ആളുണ്ടോ? ഞങ്ങളൊന്ന് നോക്കട്ടെ. വരൂ. ഉത്തരവാദപ്പെട്ട ആളുണ്ടായിരുന്നെങ്കിലേ 10 മാസത്തിനകം 2 ആൾക്കും ഓരോ പിള്ളക്കല്ലും തന്ന് വിട്ടേനെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ജോണി ആരോ കൊല ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ സാർ. കഴുത്തിൽ വളരെ ആഴത്തിലാണ് വെട്ടേറ്റിരിക്കുന്നത്. അപകടം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കാറിന്റെ ടയർ പോയിരിക്കുന്ന മാർക്ക് കണ്ടാൽ വണ്ടി നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്ന് ഒരിക്കലും തോന്നുകയില്ല. കറക്റ്റ് സാർ. ജോണിയെ കുറിച്ച് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കും. എനിവേ, ഈ കേസ് തെളിയിക്കേണ്ടത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ. പോലീസ് 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 പോലീസോ? അതെന്നെ, ജോണിയുടെ മരണം കൊലപാതകമാണെന്നും പറഞ്ഞ് പോലീസ് പലരെയും വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പത്രവാർത്ത. എന്നിട്ട് എന്തെങ്കിലും തെളിഞ്ഞോ? ഒന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷേ കൊലയാളിയെ കയ്യോടെ പിടിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ജോണി കാറപകടത്തിൽ മരിച്ചു എന്നാണല്ലോ പത്രത്തിൽ ആദ്യം കണ്ടത്. പത്രത്തിൽ എഴുതുന്നൊന്നും വിശ്വസിക്കരുത് രാജേന്ദ്ര. റെയിൽപാളത്തിൽ തലവെച്ച് മൃതി അടഞ്ഞു എന്നുള്ളതിന് തലവെച്ച് മൃദംഗമടിച്ചു എന്നെഴുതിയവരാണ് ഈ പത്രക്കാർ. ഏതായാലും വൈഫ് ആസ്പത്രിയിലായതുകൊണ്ട് രാജേന്ദ്രന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനെന്തിനും ഭയപ്പെടണം? അല്ല, ഈ ജോണി ഇന്റർനാഷണലിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പതിവായിട്ട് നിങ്ങളുടെ വൈഫ് എന്റെ മോളും ഒക്കെ പോകാറുള്ളതല്ലേ? അതിന് സാറിന്റെ വൈഫ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ജോണിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോലീസ് ഇങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തുകയില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. ഓ, അത് ശരി. അതിരിക്കട്ടെ, സാറിന്റെ വൈഫിന് എങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്നു. ഓഹോ.
വന്ന് ഭക്ഷണം കഴിക്കൂ. അമ്മേ, വീട്ടിൽ വരൂ അമ്മേ. അമ്മ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. അമ്മേ, വീട്ടിൽ വരൂ അമ്മേ. മോളെ രാജി, രാജിമോളെ, രാജിമോളെ, ഇവളെവിടെ പോയി? ആ മോള് പാല് കുടിക്കേ. ഞാൻ കുടിക്കില്ല. കുടിക്കും മോളെ. അമ്മയെ പോലെ പാട്ടുപാടി തന്നെ കുടിക്കാം. വാ മോളെ, വാ. മാനത്തിനൊക്കത്ത് തിങ്കൾ കൂടം, എന്റെ മാറത്ത് മറ്റൊരു തങ്കക്കൂടം. മാനത്തിനൊക്കത്ത് തിങ്കൾ കൂടം, എന്റെ മാറത്ത് മറ്റൊരു തങ്കക്കൂടം. കൂടത്തിൽ പാലാണ് എന്റെ തങ്കത്തിനിന്നു ചോറൂണ്. അന്നത്തെ ഉരുള അമ്മ തന്നു, ഇന്നത്തെ ഉരുള അച്ഛൻ തരാം. മാനത്തിനൊക്കത്ത് തിങ്കൾ കൂടം, എന്റെ മാറത്ത് മറ്റൊരു തങ്കക്കൂടം. അച്ഛന്റെ കയ്യിൽ നിന്നുരുള വാങ്ങി, അച്ഛന്റെ മാറത്ത് വാവുറങ്ങി. കൺമണി കാലത്തെ ഉണരേണം, നമുക്കമ്മയെ കാണാൻ പോകേണം. മാനത്തിനൊക്കത്ത് തിങ്കൾ കൂടം, എന്റെ മാറത്ത് മറ്റൊരു തങ്കക്കൂടം. മാനത്തെ അമ്പിളി അന്നുമിന്നും നറും പാലു ചുരത്തുന്ന പൊന്നിൻ കൂടം. മണ്ണിൽ വാഴും നിന്റെ അച്ഛൻ വെറും കണ്ണീരു ചോരുന്ന മണ്ണിൻ കൂടം, വെറും കണ്ണീരു ചോരുന്ന മണ്ണിൻ കൂടം. രാജി, 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 മോളെ രാജി, രാജി, രാജി,
യെസ്. ആ രാജേന്ദ്രൻ ഡോക്ടറാണ്. യമുനെ അമ്മേ, ഞാൻ അമ്മേ രാജിമോള. അമ്മേ, അച്ഛാ, അച്ഛാ, അമ്മ വിളിക്കച്ചാ. എനിക്കമ്മ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോവാ അച്ഛാ. അമ്മ വീട്ടിൽ കൊണ്ടുപോവാ. മിസ്റ്റർ രാജേന്ദ്രൻ, കുട്ടിയെ പുറത്തുകൊണ്ടുപോയി സമാധാനിപ്പിക്കൂ. യമുനയ്ക്ക് ഉറങ്ങാൻ ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതെന്തോ കേറ്റുക. എന്റെ അമ്മ, ഒരു കോള് വരുന്നുണ്ട്. എന്ത് പറ്റി സാറേ? ആശാമാരെ ഒന്ന് തള്ളി തന്നെ. എന്നാ പിടിച്ചോ. തള്ളന്നെ. എടുക്കട ബാഗ്. ഏത് ബാഗ്? എന്തോന്ന് ബാഗ്? ഇത് കമ്പനി പണമാണ്. കമ്പനി. അയ്യോ, 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 എന്റെ പണം, എന്റെ പണം, എന്റെ ബാഗ് കൊണ്ടുപോയി. അയ്യോ, അയ്യോ, എന്റെ പണം കൊണ്ടുവന്നേ, എന്റെ പണം കൊണ്ടുവന്നേ. അയ്യോ, കമ്പനി പണം ഗവിയന്മാര് കൊണ്ടുവന്നു. അയ്യോ, എന്റെ ഗുണം പണം. ഇതാരെ സൈക്കിൾ ട്യൂബോ? പോയി. എന്റെ ബാഗ്, എന്റെ ബാഗിന് ബാഗുണ്ട്. ബാഗ് ഇതാ തന്റെ ബാഗ്.
ഒന്ന് നിന്നേ. എന്താ? ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വെരി വെരി താങ്ക്സ്. ഒരു താങ്ക്സും വേണ്ട. ആണാണെന്ന് പറഞ്ഞെടുക്കാൻ നാണമില്ലേ? മാഡം, ഞാൻ നാണം കെട്ടവനാണെന്ന് മാത്രം പറയരുത്. ഏതായാലും ക്യാബറയാണ് ചവന്മാരെ ഓടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ക്യാബറയല്ല, കരാത്തെ. ആ, എന്ത് കുന്തമോ ആവട്ടെ. അയ്യോ അയ്യോ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ. ആ മെയിൻ റോഡ് വരെ ഒന്ന് കൊണ്ടുവന്നാക്കിയ വലിയ ഉപകാരമായിരിക്കും. കഷ്ടം. ആണായ പോരാ, മുഖത്ത് മീശയെങ്കിലും വേണം. മനസ്സിലായോ? എന്നെ ഇങ്ങനെയാണെന്ന് ഇഷ്ടമല്ലല്ലേ? നിർബന്ധമാണെങ്കിൽ ഞാൻ മീശ വെച്ചോളാം. വാ. രാജേന്ദ്രന് സ്വസ്ഥത കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ജോലിക്കാരനെ വെക്കണം. പഴയ ജോലിക്കാരൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ച പുതിയ ഒരാളെ ഞാൻ ഏർപ്പാട് ചെയ്യാത്തത്. മാത്രമല്ല, വിശ്വാസമുള്ള ഒരാളെ ഇക്കാലത്ത് കിട്ടുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ലല്ലോ. ശരിയാ, സ്വന്തം ഭാര്യയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത്. കണ്ടോ, ഇന്നത്തെ പത്രം കണ്ടോ? ജോണിയുടെ മരണത്തിൽ പോലീസ് ഇപ്പോൾ അയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല നടന്ന ദിവസം പകൽ മുഴുവൻ ആ സ്ത്രീ ബസാറിലായിരുന്നു. രാത്രി സെക്കൻഡ് ഷോ കാണാൻ ന്യൂ തിയേറ്ററിൽ പോയിരുന്നെന്നുമാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒന്നിനും സാക്ഷിയില്ല കേട്ടോ. സത്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. നിയമത്തിന് പോലും സത്യം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. യമുന ചെയ്ത കൊലപാതകത്തിന് മറ്റൊരു നിരപരാധിയാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. എന്താ രാജേന്ദ്രൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് കോടതിയിൽ പോകാൻ സമയമായി. നമുക്ക് പിന്നെ കാണാം. അല്ല, ഒരു സംശയം. നമ്മളിൽപ്പെട്ട എല്ലാവരുടെയും ഭാര്യമാരെ വിളിച്ച് പോലീസ് ഇതുപോലെ ചോദ്യം ചെയ്താൽ നമ്മളെല്ലാം കുഴഞ്ഞു പോവില്ലേ? എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി. അല്ല, പോയോ? എക്സ്ക്യൂസ് മീ ഇൻസ്പെക്ടർ. മിസ്റ്റർ ജോണിയുടെ ഭാര്യയെ കുറിച്ച് എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. എന്താണ്? ഏപ്രിൽ 1-ാം തീയതി ന്യൂ തിയേറ്ററിൽ സെക്കൻഡ് ഷോ കാണാൻ ഞാൻ പോയിരുന്നു. എന്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ മിസ്സിസ് ജോണിയും ഉണ്ടായിരുന്നു. ഓഹോ, അല്ല, ഇത്ര കൃത്യമായി ഓർമ്മിക്കത്തക്ക രീതിയിൽ അവരെ നോട്ട് ചെയ്യാനുള്ള കാരണം? പ്രത്യേകിച്ച് നോട്ട് ചെയ്തതല്ല. ടിക്കറ്റ് കൗണ്ടറിൽ അവരുടെ തൊട്ട് മുമ്പിലായിരുന്നു. സിനിമ കാണാൻ ഞങ്ങൾ ഇരുന്നതും അടുത്തടുത്തായിരുന്നു. അതുകൊണ്ട് ഓർമ്മിച്ചെന്ന് മാത്രം. ഗ്രേസി പടം കാണാനുണ്ടായിരുന്നു എന്നുള്ളതിന് നിങ്ങൾ സാക്ഷി. പക്ഷേ നിങ്ങൾ പടം കണ്ടു എന്നുള്ളതിന് ആരാണ് സാക്ഷി? എന്റെ സ്നേഹിതൻ ശങ്കർ. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. ഷോ കഴിഞ്ഞ് ശങ്കറിന്റെ കാറിലാണ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത്. അതിനും സാക്ഷികളുണ്ട്. ആരാണ്? അന്ന് നൈറ്റ് പെട്രോളിന് വന്ന ഇവിടുത്തെ കോൺസ്റ്റബിൾസ്. അത് ശരി. 3-4 ദിവസങ്ങൾക്ക് മുൻപേ ഗ്രേസിയുടെ ഫോട്ടോ പത്രങ്ങളിൽ കൊടുത്തിരുന്നത് കണ്ടില്ലേ? കണ്ടു. എന്നിട്ടെന്തായി വിവരങ്ങൾ പറയാൻ ഇത്രയും ദിവസങ്ങളായി നിങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത്? ആ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോ ഈ സ്ത്രീയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ ഓർമ്മിച്ചുള്ളൂ. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ അവർ സിനിമ കാണാൻ പോയതിനെ കുറിച്ചുള്ള വാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം വ്യക്തമായി മനസ്സിലായത്. ഐ സി. ഈ കേസിൽ ഇത്ര താല്പര്യം കാണിക്കാൻ പ്രത്യേക കാരണമല്ലോ ഉണ്ടോ? ഒരു കേസന്വേഷണത്തിൽ പോലീസ് ബുദ്ധിമുട്ടുമ്പോൾ അറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറയേണ്ടത് ഒരു കടമയല്ലേ, പ്രത്യേകിച്ച് ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോൾ. കറക്റ്റ്. ആ, ഗോപാൽ നായരെ, ആ സ്ത്രീയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഈ സമയത്ത് നിങ്ങളിവിടെ വന്നത് വളരെ നന്നായി. ഞാൻ മിസ്സസ് ജോണിയെ വിളിച്ചൊരു കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അവരിവിടെ തന്നെയുണ്ട്. ഇദ്ദേഹത്തെ അറിയുമോ? ഇല്ല. ഇത് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. എവിടെ വെച്ചെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഓർക്കുന്നില്ല. നിങ്ങൾ ന്യൂ തിയേറ്ററിൽ സിനിമയ്ക്ക് പോയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിങ്ങളുടെ തൊട്ടു പിന്നിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സീറ്റിന്റെ തൊട്ടടുത്തിരുന്നാണ് ഇദ്ദേഹം പടം കണ്ടത്. ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല സർ. തിയേറ്ററിൽ പരിചയമില്ലാത്ത എത്ര പേർ സിനിമ കാണാൻ വരും? അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയാണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളെ വിട്ടയക്കുന്നു. വീണ്ടും ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായാൽ നിങ്ങൾ ഇവിടെ വരണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓ, താങ്ക്സ്. താങ്ക് യു.
സർ, Yes. ഇന്നത്തെ കാലത്ത് കൂടപ്പുറപ്പുകൾ പോലും കാണിക്കാത്ത സന്മനസ്സാണ് അങ്ങ് കാണിച്ചത്. എന്നോട് ഇത്രയും കാരുണ്യം കാണിച്ചതിൽ വളരെ നന്ദി. എനിക്കറിയാവുന്ന സത്യം ഞാൻ പോലീസിനോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ അഡ്രസ്. അങ്ങക്ക് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ എന്റെ വീട് വരെ വരണം. നോക്കാം. എന്താ ഇത്ര താമസിച്ചത്? ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഞാനൊരു സ്ഥലം വരെ പോയിരുന്നു. തന്നെത്താനൊക്കെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ഡോക്ടർ വാക്ക് പറയും. വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങി നടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോയി അല്പനേരം സ്വൈര്യമായിരിക്കാം. കേരളം രാജേട്ടാ, ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ ശിക്ഷ ഏതാ? അത് വധശിക്ഷ. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്ന് വെച്ചാൽ രാജേട്ടനെയും മോളെയും പിരിഞ്ഞ് ഒറ്റയ്ക്ക് കഴിയുന്നത്. നീ ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു? എവിടെയായിരുന്നാലും നീ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്.
യമനെ യമനെ സമയം വളരെ പോകണ്ടേ? വരട്ടെ. യമനെ നിൽക്കൂ. നമ്മൾ ആദ്യമായി ഡോക്ടറെ കാണാൻ വന്നതിന്റെ തലേ ദിവസം വീട്ടിൽ എന്ത് നടന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? രാജേട്ടൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ എന്ത് കിടക്കാനാ? ഒന്നുമില്ല, നിന്റെ ഓർമ്മശക്തിയെ കുറിച്ച് മനസ്സിലാക്കാനാ ഞാൻ പലതും ചോദിക്കുന്നത്. അതൊക്കെ ഡോക്ടർ നോക്കിക്കോളും. രാജേട്ടൻ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ വരട്ടെ. ഞാൻ മുറിയിലേക്ക് വരണം. വേണ്ട, മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. രാജേട്ടൻ വേഗം ചെല്ലു. ജോണി, ഇന്നെന്റെ പിറന്നാളാണ്. കഴിഞ്ഞ പിറന്നാളിന് ജോണി എന്നോടൊത്തുണ്ടായിരുന്നു. ഇന്ന് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. എന്റെ സ്നേഹം ദൈവം പോലും മനസ്സിലാക്കാതെയാണ് അങ്ങ് എന്നിൽ നിന്നും വേർപെടുത്തിയത്. മിസ്റ്റർ രാജേന്ദ്രൻ, ഭാര്യയെ കൊണ്ടുവന്നില്ലേ? അവൾക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ട് നേഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ, കം പ്ലീസ് കം. ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, അത് പറ്റില്ല. ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നതല്ലേ, ഇപ്പൊ വരാം. മിസ്റ്റർ രാജേന്ദ്രൻ, എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ്? അന്ന് എന്റെ അടുത്തിരുന്ന് സിനിമ കണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് കള്ളമല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ല, അന്ന് ഞാനിരുന്ന വരിയിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ക്ഷമിക്കൂ. ഗ്രേസിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഹോ, എങ്കിൽ എന്നോട് സഹതാപം തോന്നാനുള്ള കാരണം കൂടി ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഗ്രേസി, ഈ കേസിൽ നിങ്ങൾ നിരപരാധിയോ തെറ്റുകാരിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്തസ്സുള്ളൊരു ഭാര്യയാണെന്ന് ഞാൻ നിങ്ങളുടെ സെയിൽസ്മാനിൽ നിന്ന് അറിഞ്ഞു. മാത്രമല്ല, വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ജോണിയുടെ കൂടെ ജീവിച്ചിരുന്നത് എന്നും. അതിന്റെ പേരിലാണ് ഞാൻ സ്റ്റേഷനിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. വളരെ നന്ദി. ജോണിയോടൊത്തുള്ള ജീവിതം വളരെ അസഹനീയമായിരുന്നു. എങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ മരിക്കുവോളം അദ്ദേഹത്തോടൊത്ത് ജീവിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. ആ സമയത്താണ് എന്റെ ജോണി മരിച്ചത്. അതോ കൊല്ലപ്പെട്ടതോ? കൊല്ലപ്പെട്ടതാണെന്ന് ഗ്രേസി കരുതുന്നു. പോലീസ് കരുതുന്നു. ജോണി കാർ അപകടത്തിൽ മരിച്ചുവെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഭാര്യ എന്ത് കരുതുന്നു? എന്താ ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റു ചില സത്യങ്ങൾ കൂടി അറിഞ്ഞാൽ. എന്ത് സത്യം? എന്റെ ഭർത്താവും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള രഹസ്യബന്ധം. അസംബന്ധം പറയരുത്. എന്താ, തെളിവുകൾ വേണോ? ജസ്റ്റ് എ മിനിറ്റ്.
ഈ വാച്ച് ആരുടേതാണ്? എന്റെ വാച്ചാണ്. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? ജോണിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹത്തിന് സമ്മാനിച്ചത്. എന്റെ നിങ്ങളുടെ ഷോപ്പിംഗ് സെന്ററിൽ ഉള്ളമായിരുന്നു എന്നത് ശരിയാണ്. റിപ്പയറിന് കൊണ്ടുപോയ ഈ വാച്ച് ഒരുപക്ഷെ അവിടെ വെച്ച് മറന്നതായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് അതെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കും. അതിന്റെ പേരിൽ എന്റെ ഭാര്യയെ കളങ്കപ്പെടുത്തി സംസാരിക്കരുത്. അങ്ങനെയല്ല മിസ്റ്റർ രാജേന്ദ്രൻ. നിങ്ങളുടെ ഭാര്യ നേരിട്ട് കൊടുത്തതാണെന്ന് ജോണി തന്നെയാണ് പറഞ്ഞത്. ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഭാര്യ എന്റെ ഭർത്താവിന്റെ കാമുകയായിരുന്നു എന്നത് സത്യമാണ്. നിങ്ങളുടെ ഭാര്യയുടെ കരണത്ത് വീഴേണ്ട അടിയാണ് എനിക്ക് കിട്ടിയത്. സോറി, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. സാരമില്ല. പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്റെ ജോണിക്ക് നിങ്ങളുടെ ഭാര്യയെ പോലെ എത്രയോ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ സഹിച്ചുകൊണ്ട് ജീവിച്ചവളാണ് ഞാൻ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വെറുക്കരുത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. എന്നിൽ നിന്നത് പുറത്തു വരുമെന്ന് നിങ്ങൾ ഭയപ്പെടണ്ട. എന്റെ ഈ വാച്ച് അവളുടെ കാമുകന് സമ്മാനമായി കൊടുത്തിട്ട് അത് റിപ്പയറിന് കൊടുത്തിരിക്കുകയാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. യമൻ തന്നെയാണ് ജോണിയെ കൊല ചെയ്തത്. എനിക്ക് ഒരു സംശയവുമില്ല. രാജേട്ടനോ? അതേടി, ഞാൻ തന്നെ. എന്താ അസമയത്ത് വന്നത്? നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ. രാജേട്ടൻ എന്താ അറിയേണ്ടത്? നീ എന്റെ ഭാര്യയാണോ അതോ ജോണിയുടെ കാമുക? നിനക്ക് അവനുമായി ബന്ധമില്ലായിരുന്നു. ഈ വാച്ച് നീ അവന് സമ്മാനിച്ചു. എല്ലാം ഞാൻ അറിഞ്ഞടേ. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ ജോണിക്ക് സമ്മാനിച്ചത് തന്നെയാണ്. എടേ, എന്നെ വഞ്ചിച്ച നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അച്ഛാ, എന്ത് പറ്റി അച്ഛാ? എനിക്ക് പേടിയാവുന്നു അച്ഛാ. മോള് പേടിക്കണ്ട, ഉറങ്ങിക്കോ. രാജേട്ടാ, ഇന്ന് എന്ത് ദിവസം എന്നറിയാമോ? എന്താ? അറിയില്ലേ? നമ്മുടെ വെഡിങ് ഡേ. ഓ, നമുക്ക് രണ്ടുപേർക്ക് അമ്പലത്തിൽ പോവാം. മുൻ പതിവുകളൊക്കെ നീ മറന്നു പോയിരിക്കുമെന്നാ കരുതിയത്. ഓ, എനിക്കിപ്പോ അത്ര ഓർമ്മക്കുറവൊന്നുമില്ല. എന്നാ വണ്ടി കയറി. ഈ വാച്ച് നീ സ്നേഹത്തോടു കൂടി സമ്മാനിച്ചത് ഓർമ്മയില്ലേ? ഉണ്ട്. ഇത് കാറിലെങ്ങനെ വന്നു? ഇത്രയും കാലം അവന്റെ കയ്യിലായിരുന്നു. ഇപ്പോഴാ എനിക്ക് കിട്ടിയത്. ആരുടെ കയ്യിലായിരുന്നെന്ന്? നീ വാച്ച് നന്നാക്കാൻ കൊടുത്തിരുന്നില്ലേ? അവന്റെ കയ്യിൽ. ഓ, ഇത് ശരിക്കും ഓടുന്നുണ്ടോ നോക്കിയോ? ആ, ഓടുന്നുണ്ട്. ആ ഡാഷ്ബോർഡിൽ വെച്ച്.
എന്താ വണ്ടി വിടാത്തത്? അറിയാതെ മുട്ടിപ്പോയതാ. യമുനെ, അറിയാതെ മുട്ടിപ്പോയെന്നോ? പട്ടാപ്പകൽ കണ്ണു കാണില്ലല്ലേ? നിങ്ങൾ പോയാട്ടെ. യമനെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അയാൾ അറിയാതെ തട്ടിപ്പോയതല്ലേ? രാജേട്ടൻ അറിയില്ല. ചില തെമ്മാടികൾ ക്ഷേത്രത്തിൽ വരുന്നത് തൊഴാനൊന്നുമല്ല. രാജേട്ടനല്ലാതെ ആരെങ്കിലും എന്റെ ദേഹത്ത് തൊട്ടാൽ അവനെ ഞാൻ ജീവനോട് വിടില്ല. രാജേട്ടാ, എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ആരാ? ഓഹോ, സൈക്കിൾ ട്യൂബോ? എന്തിനാ അവിടെ വന്നത്? എനിക്ക് കല്യാണി ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെയോ? എന്റെ പേരെങ്ങനെ മനസ്സിലാക്കി? അതൊക്കെ മനസ്സിലാക്കി. കാര്യം പറഞ്ഞാ കരാട്ടെ കാണിച്ചെന്റെ നട്ടും ബോൾട്ടും ഇളക്കി കളയോ? ഇല്ല. ഞാൻ കല്യാണിയെ പ്രേമിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഐ ലവ് യു. മിസ് കല്യാണിയെ ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാം. ഒരു ദിവസത്തേക്കോ? കൂടുതൽ പറഞ്ഞ തല്ല് കിട്ടുമെന്ന് പേടിച്ചിട്ടാ. മിസ്റ്റർ സുനിൽ, നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്. നേരാണോ? ഒന്നുകൂടെ പറഞ്ഞേ. പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിച്ച ആളിനെ എന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കൂ. എനിക്കുണ്ടല്ലോ ബ്ലാക്ക് ബെൽറ്റ്. വേണമെങ്കിൽ അച്ഛനൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ. അയ്യോ, ഈ ബെൽറ്റ് അല്ല, കരാട്ടയിൽ ജയിച്ചു വാങ്ങിക്കുന്ന ബെൽറ്റാ. അച്ഛൻ നടത്താൻ ഉദ്ദേശിക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കൂ. അച്ഛൻ നീ എന്താ മോളെ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല. എന്താ? എനിക്ക് നല്ല സുഖമില്ല. നീ എന്താ ഇന്ന് കിണങ്ങുന്നത്? ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് ബെൽറ്റ് തന്നെ ഞാൻ കണ്ടു. ആരാത്? എന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ടായാലും ശരി, മത്സരത്തിന് ശേഷം കല്യാണം. ഓക്കെ. ഞാൻ പോയിട്ട് പിന്നെ വരാം. മുത്തച്ഛൻ ഒരു ഉമ്മതാ മോളെ. തരൂല. അതെന്താ മോളെ? ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? നിന്നെ പോലെ തന്നെയായിരുന്നു നിന്റെ അമ്മയും കൊച്ചുനാളില്. മോള് മുത്തച്ഛന് ഉമ്മ തന്നില്ലെങ്കിൽ മുത്തച്ഛൻ പിടിച്ച് ഉമ്മ വയ്ക്കും. രാജേന്ദ്ര, എനിക്ക് യമുനെ കണ്ടിട്ട് ഇനി എന്നെ മടങ്ങിപ്പോണം. ഹലോ, യെസ്, രാജേന്ദ്രൻ ഹിയർ. ഞാൻ ഗ്രേസിയാണ്. എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഉടനെ വീട് വരെ വരണം. ഐ എം സോറി, എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാൻ എന്റെ വൈഫിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങാണ്. നിങ്ങൾ എന്റെ വീട്ടിൽ വരാതെ ഒരിടത്തും പോകരുത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഉടനെ വരണം. ഹലോ ഹലോ, അമ്മാവ, ഞാൻ ഉടനെ ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞ് ഫോൺ വന്നിരിക്കും. ഞാൻ മോളും കൂടി പോയിട്ട് വരാം. നിങ്ങളുടെ ഭർത്താവ് എന്റെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? അതിന്റെ പലിശ മാത്രം 10,000 രൂപയോളമായിപ്പോ. അതെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ ഞാൻ ഈ വീട് ജപ്തി ഏൽപ്പിക്കും, പറഞ്ഞേക്കാം. മുതലാളി, എന്റെ ഇപ്പോഴത്തെ
സ്ഥിതി അങ്ങക്കറിയാമല്ലോ. ജോണി, ദൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ചതിന് ഞാനാണോ ഉത്തരവാദി? എന്ന് ഞാൻ പറയില്ല. മുതലാളി അല്പ ദിവസം കൂടെ അവധി തരണം. 10,000 രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം. ശരി, ഒരാഴ്ച കൂടെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് പണം തന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഞാനിപ്പോ പോകുന്നു. വരാൻ പാടില്ലാത്ത സമയത്താണ് ഞാൻ വന്നതല്ലേ? ഭർത്താവ് മരിച്ച ദുഃഖത്തോടൊപ്പം കടക്കാരുടെ ശല്യവും എല്ലാം സഹിച്ചല്ലേ പറ്റൂ. വരൂ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. ഉടനെ വരണമെന്ന് പറഞ്ഞ് എന്തിനാ എനിക്ക് ഫോൺ ചെയ്തത്? എന്റെ ഭർത്താവിനെ കൊല ചെയ്ത ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ വിവരം ഉടനെ പോലീസിൽ അറിയിക്കണം. ആദ്യം നിങ്ങളെ അറിയിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഭർത്താവിനെ കൊന്നത് നിങ്ങളുടെ ഭാര്യ യമുനയാണ്. കൊല നടന്നത് നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. ജഡത്തിനെ കാറിൽ കൊണ്ടുപോയി കൊക്കയിലേക്ക് തള്ളിയിട്ടത് നിങ്ങൾ. എന്ത് കെട്ടുകഥയാണ് നിങ്ങൾ ഈ പറയുന്നത്? കെട്ടുകഥയല്ല. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷി പറയാൻ വന്നപ്പോഴേ ഞാൻ സംശയിച്ചതാണ്. കൊല നടന്ന ദിവസം ഷോപ്പിംഗ് സെന്ററിൽ ഒരു സ്ത്രീയുമായി ഫോണിൽ സംസാരിച്ചിട്ടാണ് ജോണി പുറത്തു പോയതെന്ന് ഞങ്ങളുടെ സെയിൽസ്മാൻ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യ തന്നെയായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തോ കാരണമുണ്ടായി യമുന അദ്ദേഹത്തെ കൊന്നതാണ്. കൊലക്കുറ്റത്തിൽ നിന്നും നിങ്ങളുടെ ഭാര്യ രക്ഷിക്കാൻ വേണ്ടിയാണ് മനോരോഗി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുമായിരുന്നു. നിരപരാധിയായ ഞാൻ ശിക്ഷിക്കപ്പെടുന്നതിന് നിങ്ങളുടെ മനസാക്ഷി അനുവദിച്ചില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ കഴിയുമോ? എനിക്ക് കഴിയില്ല, പോലീസിന് കഴിയും. ഗ്രേസി, എന്റെ ഭാര്യ ജോണിയുടെ കാമുകയാണെന്ന് അന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ന് അവൾ ജോണിയെ കൊന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ. ഒന്നിനെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കാനാവാത്തൊരവസ്ഥയിലാണ് അവളിപ്പോൾ. അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ എന്റെ കുടുംബത്തിന്റെ അഭിമാനം തകർക്കാൻ നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ അഭിമാനം ഞാൻ രക്ഷിക്കാം, പക്ഷേ എന്റെ അഭിമാനം നിങ്ങളും രക്ഷിക്കണം. ഗ്രേസി ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ രാജേന്ദ്രൻ, എന്റെ ഭർത്താവ് താങ്ങാനാവാത്ത കടം മാത്രമാണ് എനിക്ക് സംഭവിച്ചെന്നിട്ട് പോയത്. ഞാൻ ഇന്നൊരു വിധവയുമായി. എന്തെല്ലാം പോയാലും ഞാൻ സഹിക്കാം, പക്ഷേ മാനം കെട്ടവളായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ആ കടക്കാരന് കൊടുക്കാനുള്ള 10,000 രൂപ തന്ന് നിങ്ങൾ എന്നെ സഹായിക്കണം. എനിക്ക് വേറൊരു വഴിയുമില്ല. കരയാതിരിക്കൂ. ആ പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. പക്ഷെ ഒന്ന്, ഞാൻ ഈ സഹായം ചെയ്യുന്നത് നിങ്ങളോടുള്ള സഹതാപം കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ ഭീഷണിയെ ഭയന്നിട്ട്. ഞാൻ പോകുന്നു. ക്ഷമിക്കണം അമ്മാവ്, കമ്പനി കാര്യങ്ങൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. യമുനയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? വളരെ വ്യത്യാസമുണ്ട്. ഉടനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വീട്ടിൽ കൊണ്ടുവന്നാലും ചികിത്സ തുടരേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ വലിയൊരു തുകയായിട്ടുണ്ട്. അത് രാജേന്ദ്രൻ എന്തിനാണ് ക്ഷമിക്കുന്നത്? എത്ര രൂപ വേണം? ഒരു 10,000 രൂപ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളോ? ഇത് 10,000 ഉണ്ട്. ഇനിയും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ
ഞാൻ ബാംഗ്ലൂർ ചെന്ന് ഉടനെ അയക്കാം. ശരി അമ്മാവ. അപ്പോ ഫ്ലൈറ്റ് നേരമായി. ഞാൻ ഇറങ്ങട്ടെ. ഗ്രേസി, എന്റെ ഭാര്യയുടെ അച്ഛൻ പണക്കാരനായ ഒരു ഫാക്ടറി ഉടമസ്ഥനാണ്. പക്ഷെ ഇന്ന് വരെ ഒരു ആവശ്യത്തിന് വേണ്ടിയും ഞാൻ അദ്ദേഹത്തോട് പണം ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഗ്രേസിക്ക് വേണ്ടി അതും ചെയ്യേണ്ടി വന്നു. മിസ്റ്റർ രാജേന്ദ്രനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല. ഗ്രേസി എന്നെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉപകാരം ചെയ്യുന്നത്. ഞാൻ പോകുന്നു. Yes, come in. May I come in? Of course. ഇരിക്കും. ഞാനിതാ വരുന്നു. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. What a beautiful house. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. പ്രതീക്ഷിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അത് പോട്ടെ. മിസ്റ്റർ രാജേന്ദ്രൻ, ജോണിയുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാം? അത് ജനനമരണ കണക്കെടുക്കലല്ലോ എന്റെ ജോലി. എക്സ്ക്യൂസ് മീ, നിങ്ങൾ മിസ്സസ് ജോണിക്ക് വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കി സാക്ഷി പറയാൻ വന്നില്ലേ? അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വല്ല കാര്യങ്ങളും അറിയാമോ എന്ന് ഞാൻ ചോദിച്ചത്. എനിക്കൊന്നും അറിയില്ല ഇൻസ്പെക്ടർ. ഐ സി. ഈ കേസിൽ വ്യക്തമായ തെളിവുകൾ തരുന്നവർക്ക് 10,000 രൂപ പ്രതിഫലം കൊടുക്കുമെന്ന് പത്രത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആദായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അന്ന് ഞാൻ അവിടെ വന്ന് എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞത്. സമ്മതിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാൻ നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനുള്ളപ്പോ വേറെ പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. വാട്ട് യു മീൻ ഇൻസ്പെക്ടർ? അല്ല, ഇത്ര വലിയ ബംഗ്ലാവും ഈ വീട്ടിലെ ഫർണിച്ചറും ഒക്കെ കണ്ടപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി പറഞ്ഞത്. ബൈ ദ ബൈ, അതാണോ നിങ്ങളുടെ ബെഡ്റൂം? അതെ. ഐ സി. ഇതാരുടെ മുറിയാ? ഇതെന്റെ സ്റ്റഡി റൂമാണ്. കാണുന്നതിൽ വിരോധമില്ലല്ലോ. Carry on. Thank you. Oh, wonderful. Beautiful arrangement. റീഡിംഗ് എനിക്കൊരു ഹോബിയാണ്. അത് ശരി. ഗുഡ്. ഇത് വളരെ പഴയ കാലത്തെ വാളാണല്ലോ. എന്റെ അപ്പൂപ്പൻ രാജകുടുംബവുമായി ബന്ധമുള്ള ആളായിരുന്നു. ശംഖുമുഖ താറാട്ടിന് അദ്ദേഹം കൊണ്ടുപോയിരുന്ന വാളായിരുന്നു ഇത്. ഞാനിവിടെ അത് ഒരു അലങ്കാര വസ്തുവായി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അലങ്കരിക്കാൻ മാത്രമല്ല, അല്ലാതെ ഉപയോഗിക്കാം. ഈ വാള് കൊണ്ട് ഒറ്റ വിട്ടുകിട്ടിയാലുണ്ടല്ലോ ഏതവന്റെയും തല താഴ്ത്തു. ഒരു കലാവസ്തു കണ്ടാലും അത് കൊല ചെയ്യാനുള്ളതാണെന്ന് നിങ്ങളെപ്പോലുള്ളവർക്ക് തോന്നും. ഈ ക്ലോക്ക് നിന്നിരിക്കുകയാണല്ലോ. ഓ, കീ കൊടുക്കാൻ മറന്നതാ. ഓ, അത് ശരി. കലണ്ടറിൽ ഇപ്പോഴും 1-ാം തീയതിയാണല്ലോ കാണുന്നത്. ആ ദിവസം എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അറിയാമോ? ഓ, ദാറ്റ്സ് റൈറ്റ്, ഓൾ ഫൂൾസ് ഡേ, മണ്ടന്മാരുടെ ദിവസം. അതുകൊണ്ടായിരിക്കും മാറ്റാത്തത്. മിസ്റ്റർ രാജേന്ദ്രൻ, ഈ ഏപ്രിൽ 1 കാണുമ്പോ മരിച്ചുപോയ ജോണിയുടെ കാര്യം ഓർമ്മിച്ചു പോവുകയാണ്. ആ, പിന്നെ എന്റെ ഭാര്യ ആശുപത്രിയിൽ പോയതിൽ പിന്നെ ഞാനിതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇതെല്ലാം അവളുടെ ഏർപ്പാടാണ്. അതെന്താ സർ, ഓരോരുത്തർ ഭാര്യയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. സാറിന് ഈ വക കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചുകൂടെ? ലെറ്റ്സ് ഗോ. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, ഈ കൊലപാതകം സംബന്ധിച്ച് സംശയമുള്ളവരെ എല്ലാം ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു കൊലപാതകമാണെന്ന് എങ്ങനെ പറയും? ഒരു ആക്സിഡന്റ് ആയിക്കൂടുന്നുണ്ടോ? ഇംപോസിബിൾ. മരിച്ചുപോയ ജോണി വിവാഹം കഴിഞ്ഞ പല സ്ത്രീകളുമായിട്ടാണ് ബന്ധം പുലർത്തിയിരുന്നത്. ഇപ്പോൾ അയാളുടെ ഭാര്യ ഗ്രേസിക്കും വിവാഹം കഴിഞ്ഞ ചില പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ പുതിയ വിവരം. ഏതോ കപടബന്ധം തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലും. എത്രയും വേഗം കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അപ്പൊ ഞാൻ വരട്ടെ. വന്നിട്ടൊരു കാപ്പി പോലും കുടിച്ചില്ലല്ലോ. സാരമില്ല, ഇനിയും വരണ്ടല്ലേ. ഐ മീൻ, ഞാൻ തൊട്ടടുത്ത സ്ട്രീറ്റിലാണ് വീട് എടുത്തിരിക്കുന്നത്. അപ്പൊ കാണാം. ബൈ. എന്റെ പൊന്ന് കല്ലു, കല്യാണി, സത്യത്തിൽ കരാട്ടെ കാണുന്ന പോലും എനിക്ക് പേടിയാ. പേടിച്ച പറ്റില്ല. കരാട്ടെ മത്സരത്തിൽ ജയിച്ചാലേ അച്ഛൻ സുനിലിനെ കല്യാണം കഴിച്ചു തരൂ. വേറെ ഏത് ബെൽറ്റും വാങ്ങാം. ഞാൻ ഈ ബ്ലാക്ക് ബെൽറ്റ് എങ്ങനെ വാങ്ങിക്കും കല്യാണി? ഞാൻ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞില്ലേ? അത് വേണോ? വേണം. വേഗം റെഡി. കൈ കൈ കൈ, എന്തൊരു ബലവാ. എന്റെ അടി ഞാൻ എങ്ങനെ താങ്ങും? എന്റെ പൊന്നു മോളെ കൊല്ലല്ലേ. Don't touch me. I am black belt channel. മോനെ, ഇന്ന് മുതൽ നീ എന്റെ മരുമകൻ സുനിൽ. സണ്ണില്ല. സംഭവിച്ചോ? സമ്മതിച്ചു. അപ്പൊ മത്സരം? അയ്യോ വേണ്ട. വേണ്ടേ? വേണ്ടേ? അയ്യോ മോനെ, 4 പേര് അറിഞ്ഞേ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്റെ മാനം പോകും. ഇപ്പൊ കൊണ്ടുവന്ന ക്ഷീണം മാറ്റാനാണ് ഫാദറല്ല. കല്യാണം കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റിയാ പോരെ സണ്ണില്ല. ഞാൻ എവിടെയെങ്കിലും പോയി കല്യാണത്തിന് കുറച്ച് കാശുണ്ടാക്കണം. ആ മോളെ പോട്ടെ.
യെസ്, രാജേന്ദ്രൻ ഹിയർ. ഞാൻ ഗ്രേസിയാണ്. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് പറയൂ. എന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ല. അതിൽ നിങ്ങളുടെ ഭാവി പ്രശ്നങ്ങൾ ഉൾപ്പെടും. ആ, പിന്നെ പോലീസ് നിങ്ങളെ എന്നെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിയുന്നതും വേഗം രഹസ്യമായി കാണുന്നതാണ് നമുക്ക് നല്ലത്. കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മേലിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഹലോ രാജേന്ദ്രൻ. കുമാരദാസ് എന്താ ഈ വഴിക്ക്? വിശേഷമുണ്ട്. എന്റെ മകൾക്ക് ഒരു കല്യാണം വരാൻ പോകും. നല്ല കാര്യം. ഏതാ പയ്യൻ? പയ്യൻ നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെ. ഞാൻ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അയ്യോ, എന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. സാർ, എനിക്ക് പണമൊന്നും തരണ്ട. വേറെ ഒരു ഉപകാരം ചെയ്തതാണ്. എന്തുപകാരം? അന്നൊരു ദിവസം രാത്രി നിങ്ങളുടെ വീടിന്റെ ഗേറ്റിൽ ഒരു കാറ് കിടന്നില്ലേ? അതിന്റെ നമ്പർ ഒന്ന് പറഞ്ഞുതരാം. ഏത് കാറ്? ഏതോ ബ്ലഡി ഫൂൾ ഗേറ്റിൽ കൊണ്ടുവന്നിട്ട് ആ വെള്ള അംബാസിഡർ കാർ. ഓ, ആ നമ്പർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആ നമ്പരും ജോണിയുടെ കാറിന്റെ നമ്പരും ഒന്നാണെങ്കിൽ കൊല നടന്നത് നമ്മുടെ സ്ട്രീറ്റിലാണെന്നുള്ളത് തീർച്ചയാണ്. എന്നാലും കൊല ചെയ്തവനെ എങ്ങനെ കണ്ടുപിടിക്കും? വീട് വീടാന്തരം തട്ടി വിളിക്കും. ഓരോരുത്തനെയും വിളിച്ച് ചോദ്യം ചെയ്ത് ശ്വാസം മുട്ടിക്കും. ശ്വാസം മുട്ടുമ്പോൾ അവൻ താനേ പറയും. അത് നല്ല ബുദ്ധിയാണ്. ബുദ്ധി അവിടെയൊന്നും അല്ല രാജേന്ദ്രൻ. കേസ് തെളിയിച്ചാൽ എനിക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടും. എന്റെ മകളുടെ കല്യാണവും നടക്കും. എന്നാൽ എളുപ്പം ചെല്ല്, എനിക്ക് പോകാൻ സമയമായി. യമുനെ ചെന്ന് കാണണം. എന്നാ ഞാനും വരാം. ചിലപ്പോ യമുനയ്ക്ക് ആ കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടായി. ഞാൻ പിന്നെ ചെന്ന് ചോദിച്ചോളാം. അതെ, ഈ വീട് കണ്ടുപിടിക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഗ്രേസി എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ തന്നെ പോലീസിന് എന്നെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കണ്ടാൽ കുഴപ്പങ്ങൾ കൂടുകയുള്ളൂ. പോലീസ് എന്നെ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്നെ ബലമായി പിടിച്ച് സത്യം പറയിപ്പിക്കുമോ എന്നാണ് എന്റെ പേടി. അതുകൊണ്ട് ഞാൻ ഒന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത് തീരുമാനം? പണം കൊടുക്കാനുള്ളവർ എന്നെ ശല്യം ചെയ്യുന്നു. എന്റെ വീട് ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാ. അതിന് നിങ്ങൾ എന്നെ ഒന്നുകൂടി സഹായിക്കണം. ഗ്രേസി ഇനി എന്ത് സഹായമാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരു 20,000 രൂപ കൂടി തന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. 20,000 രൂപയോ? നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനോട് ചോദിച്ചാൽ കിട്ടില്ലേ? ഗ്രേസി എന്ത് അന്യായമാണ് ഈ പറയുന്നത്? അമ്മാവന്റെ കയ്യിൽ നിന്നല്ലേ ഞാൻ 10,000 രൂപ വാങ്ങി തന്നത്. ഇനിയും ഞാൻ എങ്ങനെ ചോദിക്കും? എന്റെ ഭർത്താവിനെ കൊന്നത് എങ്ങനെയാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞാൽ അവളെ രക്ഷിക്കേണ്ട കാര്യത്തിലാണെന്ന് അറിയുമ്പോ അദ്ദേഹം തരില്ലേ? നിന്റെ ഈ കള്ളക്കഥയൊന്നും അദ്ദേഹം വിശ്വസിക്കില്ല. മാത്രമല്ല, യമനിയോട് ഇക്കാര്യം അദ്ദേഹം തുറന്നു ചോദിച്ചാൽ നിരപരാധിയായ അവൾ മാനസിക നില തെറ്റി ആത്മഹത്യ വരെ ചെയ്തേക്കാം. ഞാൻ അതിന് തയ്യാറാണ്. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങൾ ഭാര്യ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാര്യ കാരണം ഞാൻ വിധവയായി. ഇന്ന് ഞാൻ തെരുവിലിറങ്ങേണ്ടി വന്നു. ഗ്രേസി, എന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള നിന്റെ ഈ പ്ലാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണം ചോദിച്ചതുകൊണ്ട് നിങ്ങൾ എന്നെ മനസ്സാക്ഷി ഇല്ലാത്തവളായി കരുതരുത്. ഞാൻ അത്രക്കാരിയായിരുന്നെങ്കിൽ പോലീസ് അനൗൺസ് ചെയ്തിരിക്കുന്ന 10,000 രൂപ ഇതിനു മുൻപേ വാങ്ങാമായിരുന്നു. അത്രയ്ക്ക് വഞ്ചന കാണിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പണം തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ അപമാനിക്കരുത്. ഞാൻ പോണു. എനിക്ക് ജീവിതം തന്നെ മതിയായി. നിങ്ങളെങ്കിലും സ്വസ്ഥമായി ജീവിക്കൂ. ഗ്രേസി, 20,000 രൂപ കിട്ടിയാൽ നിന്റെ കഷ്ടപ്പാടെല്ലാം തീരുവല്ലേ? നീ നാട്ടിൽ നിന്നേ പോകുമല്ലേ? തീർച്ചയായും. ശരി, എങ്കിൽ ആ പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. താങ്ക്സ്.